അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അതിൽ ബാങ്ക് റേറ്റ് പോളിസി അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? അതായത് എന്താ പറഞ്ഞത്? ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെക്കാനിസമാണ് സെൻട്രൽ ബാങ്ക് എക്സസൈസ് ചെയ്യുന്നത്. അതായത് മണി സർക്കുലേഷനെ നിയന്ത്രിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ കറൻസിയുടെ വാല്യൂ അങ്ങനത്തെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയണത്. അപ്പോൾ ഒരു ബാങ്ക് ക്രെഡിറ്റ് ഒരു രാജ്യത്ത് എങ്ങനെയാണ് ബാങ്ക് ക്രെഡിറ്റ് അതിൻ്റെ സ്മൂത്ത് ഫ്ലോ എൻഷുർ ചെയ്യാനാണ് റിസർവ് ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ള മെക്കാനിസം അഡോപ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഇപ്പോൾ പറയണത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ബാങ്ക് അഡ്വാൻസസിനെയാണ് ഇവിടെ റെഗുലേറ്റ് ചെയ്യണത്. അതായത് എത്രത്തോളം ലോൺസ് കൊടുക്കണം അതിനെയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിലൊന്നാമത്തേന്ന് ബാങ്ക് റേറ്റ് പോളിസി. അതായത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബാങ്ക് കമേഴ്സ്യൽ ബാങ്ക്സുകൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബാങ്ക് റേറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റ് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാണ്? when there is a lower volume of credit in the country it cuts the bank rate. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അത് ചെയ്യണമെന്ന്, അതിന്റെ മെക്കാനിസം പറഞ്ഞു. രാജ്യത്ത് ക്രെഡിറ്റ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കും. അതുമാതിരി തന്നെ ഓവറാണ് ലോൺസ് ഒക്കെ, ക്രെഡിറ്റ് ഓവർ ആണെങ്കിൽ രാജ്യത്ത് കടമെടുക്കുന്നത് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ബാങ്ക് റേറ്റ് സെൻട്രൽ ബാങ്ക് കുറയ്ക്കും. ഇങ്ങനെയാണ് ബാങ്ക് റേറ്റ് പോളിസിയുടെ മെക്കാനിസം പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMO എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് മീൻസ് പർച്ചേസ് ആൻഡ് സെയിൽ ബൈ എ സെൻട്രൽ ബാങ്ക് ഓഫ് എനി കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ബിൽസ് ഇൻ വിച്ച് ഇറ്റ് ഡീൽസ്. എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാം. അതായത് മണി സർക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബിൽസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സെയിലും പർച്ചേസും സെൻട്രൽ ബാങ്ക് നടത്തും. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ. ദ സെക്യൂരിറ്റീസ് ക്യാൻ ബി ബിൽസ് ആൻഡ് ബോൺസ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ എങ്ങനത്തെ സെക്യൂരിറ്റീസ് ആണെന്ന് പറയേണ്ടത്? ബിൽസ് ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോൺസ് ആകാം, ഓർ എനി അതർ പബ്ലിക് സെക്യൂരിറ്റീസ് ഓർ ട്രേഡ് ബിൽസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പബ്ലിക് സെക്യൂരിറ്റീസ് ഓർ ട്രേഡ് ബിൽസ്. അപ്പൊ കമേഴ്സ്യൽ പേപ്പേഴ്സ് അതൊക്കെ എന്താണ് സെൻട്രൽ ബാങ്ക് ചെയ്യണ ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യണ സെക്യൂരിറ്റീസ് ആണ്. ഇനി അതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാല് when the central bank sells securities in the open market, അപ്പോൾ സെൻട്രൽ ബാങ്ക് സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ എന്താ ചെയ്യണത്? കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് വിത്ത് ദ കമേഴ്സ്യൽ ബാങ്ക് ഡിപ്ലീറ്റ്സ് to the extent that these customers acquire the securities sold by the central bank. അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണ്? സെക്യൂരിറ്റീസ് വിൽക്കണ്. അപ്പൊ കസ്റ്റമേഴ്സ് സാധാരണഗതിയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് അയാൾ കമേഴ്സ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണ്? അയാള് ഇത് കമേഴ്സ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോണില്ല. പകരം എന്താണ്? സെൻട്രൽ ബാങ്ക് വിൽക്കണ സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കസ്റ്റമറുടെ ഫണ്ട് എവിടെ പോണില്ല? കമേഴ്സ്യൽ ബാങ്കിന് പോണില്ല. അപ്പൊ കമേഴ്സ്യൽ ബാങ്കിന്റെ ഫണ്ട് അവിടെ കുറയാണ്. അപ്പൊ ഫണ്ട് കുറയുമ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല? കമേഴ്സ്യൽ ബാങ്കിന് ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വഴി ആ ഫണ്ടൊക്കെ ആര് കളക്ട് ചെയ്യണം? സെൻട്രൽ ബാങ്ക് ആണ് ഇവിടെ കളക്ട് ചെയ്യണത്. കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യില് ഫണ്ട് കുറയണം. when the deposit of the commercial bank decrease. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണത്? കമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റ് കുറയാണ്. കാരണം എന്താണ്? കസ്റ്റമേഴ്സ് ആ സെക്യൂരിറ്റീസ് വാങ്ങി, സെൻട്രൽ ബാങ്ക് വിൽക്കണ സെക്യൂരിറ്റീസ് അവരുടെ പണം ഉപയോഗിച്ച് അതാണ് വാങ്ങിയത്. അതായതുകൊണ്ട് ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദ കമേഴ്സ്യൽ ബാങ്ക്സ് ഓൾസോ കംസ് ഡൗൺ. അപ്പൊ നമ്മുടെ കമേഴ്സ്യൽ ബാങ്കിന്റെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി, അതായത് അവരുടെ ലോൺ കൊടുക്കാനുള്ള കഴിവ് അവിടെ കുറയാണ്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഫണ്ട് കുറവാണ്. The ultimate result is the contraction of bank credit available in the country. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ബാങ്ക് ക്രെഡിറ്റ് എന്താണ്? മൊത്തത്തില് കുറയാണ് ചെയ്യണത്. ഇനി ഇപ്പൊ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വരുമ്പോ എന്താണ്? ബാങ്ക് ക്രെഡിറ്റ് കുറയാണെന്നാണ് പറയണത്. ഇനി എന്ത് ചെയ്യണം? when the central bank purchase securities in the open market, നേരെ ഓപ്പോസിറ്റ്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്? സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങയാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണത്? റിവേഴ്സ് ആണ് ഹാപ്പൻ ചെയ്യണത്. അതായത് എന്ത് ചെയ്യാണ്?
ബാങ്ക് ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് കമേഴ്സ്യൽ ബാങ്ക് ഇൻക്രീസസ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെക്കാനിസം. അപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് അത് ബൈ സെൻട്രൽ ബാങ്ക്, അതിനെയാണ് എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പൊ എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റും കോൺട്രാക്ഷൻ ഓഫ് ക്രെഡിറ്റും ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട്സ്. അപ്പൊ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്നുകിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ ഓഫ് സെക്യൂരിറ്റീസും സെൻട്രൽ ബാങ്ക് ചെയ്യാം. ഇനി ഏത് തരം സെക്യൂരിറ്റീസ് ആണെന്നും കൂടെ നോക്കണം. അതായത് ബിൽസ് ആകാം, ബോൺസ് ഓഫ് ഗവൺമെന്റ് ബോൺസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പബ്ലിക് സെക്യൂരിറ്റീസോ ട്രേഡ് ബിൽസോ ഈ സെക്യൂരിറ്റീസ് ആയിട്ട് സെൻട്രൽ ബാങ്കിന് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഇവിടെ വോള്യൂം ഓഫ് ക്രെഡിറ്റിനെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് പറയണത് വേരിയബിൾ റിസർവ് റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസത്തിൽ മൂന്നാമത്തെ ആളാണ് വേരിയബിൾ റിസർവ് റേഷ്യോ. Every commercial bank is required by law to keep a certain percentage of its deposits as reserves with the central bank known as cash reserve. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കമേഴ്സ്യൽ ബാങ്കുകളുടെ ബാങ്കേഴ്സ് ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കമേഴ്സ്യൽ ബാങ്കും അവരുടെ ക്യാഷ് റിസർവ് എവിടെ കീപ്പ് ചെയ്യണമെന്ന്? സെൻട്രൽ ബാങ്കിൽ, റിസർവ് ബാങ്കിൽ കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ മസ്റ്റ് ആയിട്ട് പറയേണ്ട അവരുടെ ഡെപ്പോസിറ്റിന്റെ റിസർവിന്റെ ഒരു സെർട്ടൻ പെർസെന്റേജ് അവരെന്ത് ചെയ്യണം? കമേഴ്സ്യൽ ബാങ്കിൽ അവര് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം. ഇതിനാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്നുള്ളൊരു നമ്മുടെ കാര്യം പറയണത്. CRR എന്ന് ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ? ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് റിസർവ്സ് kept with the central bank in proportion to the total deposits of a commercial bank. അതായത് എന്താ പറയണത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാല്? അതായത് ഒരു സെൻട്രൽ ബാങ്കില് എന്ത് ചെയ്യണം? ഒരു കമേഴ്സ്യൽ ബാങ്ക്സിൽ എത്ര ഡെപ്പോസിറ്റ്സ് ഉണ്ടോ അതിന്റെ സെർട്ടൻ പെർസെന്റേജ് എന്ത് ചെയ്യണം? റിസർവ് ആയിട്ട് സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കണം. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് CRR എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താണ്? കമേഴ്സ്യൽ ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കസ്റ്റമേഴ്സ് കമേഴ്സ്യൽ ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സേവിങ്സ്, റിക്കറിങ്, അങ്ങനെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ സെർട്ടൻ പെർസെന്റേജ് അവരെവിടെ മെയിൻറ്റെയിൻ ചെയ്യണം? സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം. അതായത് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അതിന്റെ സെർട്ടൻ പെർസെന്റേജ് കീപ്പ് ചെയ്യണമെന്നാണ് പറയണത്. അപ്പൊ ആ ഒരു റേഷ്യോ ആണ്, എത്ര പെർസെന്റേജ് ആണ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ റേഷ്യോ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ പറയണത്. ഇപ്പൊ നമ്മൾ നേരത്തെ ബാങ്ക് റേറ്റ് പറഞ്ഞപ്പോ 4% പറഞ്ഞു. അതേ റേഷ്യോ തന്നെയാണ്, 4% തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് നമ്മുടെ ഇപ്പൊ പുതുതായിട്ട് RBI ഫിക്സ് ചെയ്തിട്ടുള്ള റേഷ്യോ. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ ഡെപ്പോസിറ്റ്സിന്റെ 4% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ടാണ് സെൻട്രൽ ബാങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കുകൾ സൂക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ അപ്പൊ കൂടുതൽ റിസർവ് കീപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ പറയുന്നുണ്ട് when the central bank feels that there is excess credit in the country. ഇപ്പൊ രാജ്യത്ത് ക്രെഡിറ്റ് കൂടുതലാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? CRR കൂട്ടും. CRRന്റെ റേറ്റ്, അതായത് 4 എന്നാണ് ഇപ്പൊ റേറ്റ്, അത് കൂട്ടി 5 ആക്കി. അപ്പൊ എന്താ സംഭവിക്കുക? ഡെപ്പോസിറ്റിന്റെ അത്രയും പെർസെന്റേജ് എന്ത് ചെയ്യേണ്ടി വരും? സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സെൻട്രൽ കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫണ്ട് അവിടെ കുറയാണ്, അവർക്ക് കൂടുതൽ പേർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കമേഴ്സ്യൽ ബാങ്ക്സിന്റെ കുറയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴിയെ പറഞ്ഞ പോലെ തന്നെ കമേഴ്സ്യൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് കുറഞ്ഞു, കസ്റ്റമേഴ്സ് വേറെ വഴിക്ക് പോയ കാരണം. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡെപ്പോസിറ്റ് കുറഞ്ഞു, CRR റേറ്റ് കൂട്ടിയ കാരണം കമേഴ്സ്യൽ ബാങ്ക്സിന് കൂടുതൽ ഫണ്ട് സെൻട്രൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് ഫണ്ട് എത്രയുള്ളൂ? കുറഞ്ഞു. അവർക്ക് ലോൺസ് കൊടുക്കാൻ കുറച്ച് ഫണ്ട്സേ ഉള്ളൂ. അപ്പൊ അവരുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയാണ്. അപ്പൊ നോക്കാം, when the central bank feels that there is excess credit in the country, it will increase the CRR. അപ്പൊ ക്രെഡിറ്റ് കൂടുതലാണെന്ന് കണ്ടാൽ CRR റേറ്റ് കൂട്ടുകയാണ്. When the CRR is increased, all the commercial banks in the country have to keep more cash with the central bank. അപ്പൊ CRR കൂട്ടിയ കാരണം എന്ത് ചെയ്യേണ്ടി വന്നു? എല്ലാ കമേഴ്സ്യൽ ബാങ്ക്സിനും കൂടുതൽ പൈസ സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. This reduces the lending capacity of all the commercial bank, which will ultimately lead to contraction of credit in the country. അപ്പൊ അങ്ങനെ വന്നപ്പോ ഫണ്ട്
കുറവേ ഉള്ളൂ കമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ, അതുകൊണ്ട് അവർക്ക് ലോൺ കൊടുക്കാൻ കുറച്ച് ഫണ്ടേ ഉള്ളൂ. അപ്പൊ കോൺട്രാക്ഷൻ ഓഫ് ക്രെഡിറ്റ് ആണ് അതിന്റെ റിസൾട്ട് ആയിട്ട് വന്നത്. ഇനി തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണത് എന്തിന്, CRR കുറയ്ക്കാം. ക്രെഡിറ്റ് ക്രിയേഷൻ കുറവാണെന്ന് തോന്നിയാൽ ക്രെഡിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സെൻട്രൽ ബാങ്ക് CRR കൂട്ടാം. അപ്പൊ മോർ ഫണ്ട്സ് കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടുതൽ പേർക്ക് ലോൺ കൊടുക്കാം. അതാണ് റിവേഴ്സ് ഹാപ്പൻസ് എന്നിവിടെ പറയണത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾ റിസർവ് റേഷ്യോ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലെ മൂന്നാമത്തെ ആളാണ് വേരിയബിൾ റിസർവ് റേഷ്യോ. അപ്പൊ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം CRR എന്താണെന്ന്, ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ഒരു അടുത്ത പോയിന്റ് പറയണത് വേരിയേഷൻസ് ഓൺ SLR. ഇവിടെ ഒരു റേഷ്യോ പറയുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതാണ് SLR. Every bank is required to maintain a certain percentage of their demand and liabilities as SLR. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? എന്താണ് പറയണത്, എല്ലാ ബാങ്കും എന്ത് ചെയ്യണം, ഹാസ് ടു മെയിൻറ്റെയിൻ a certain percentage of their demand and ടൈം ലാബിലിറ്റീസ് എന്നുണ്ട് കേട്ടോ, അതവിടെ വിട്ടുപോയതാണ്. അതായത് ടൈം ലാബിലിറ്റീസിന്റെയും ഡിമാൻഡ് ലാബിലിറ്റി, അതായത് ടൈം ആൻഡ് ഡിമാൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാല്, ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ഷോർട്ട് ടേം, അതായത് എന്താണ് പറയണത്, ഡിമാൻഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം, അതായത് ഹ്രസ്വകാല വായ്പകൾ, അതായത് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ അപ്പൊ തിരിച്ചു കൊടുക്കണം, അതാണ് ഡിമാൻഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാല്. ടൈം ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ടൈം ലാബിലിറ്റി ആണ്. ഇവിടെ പറയണത് അവരുടെ ടോട്ടൽ ലാബിലിറ്റി, അതായത് ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും, ഡിമാൻഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്, ടൈം ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. അതിന്റെ രണ്ടിന്റെ ലാബിലിറ്റിയുടെ ടോട്ടൽ ലാബിലിറ്റിന്റെ സർട്ടൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, അവര് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് കീപ്പ് ചെയ്യണം. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ഗോൾഡ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബാലൻസസ് ഇൻ ദ കറന്റ് അക്കൗണ്ട് വിത്ത് ദ റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ് ആസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. അപ്പൊ ഇവരുടെ മൊത്തം ലാബിലിറ്റീസിന്റെ, ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് SLR എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ക്യാഷ് ഇൻ ഹാൻഡ്, കുറച്ച് ഗോൾഡ്, അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുമാതിരി തന്നെ കറന്റ് അക്കൗണ്ട് വിത്ത് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറീസ്. അപ്പൊ അവിടെയൊക്കെ കീപ്പ് ചെയ്യണമെന്നാണ് പറയണത്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഇവർക്ക് ഇത്രയും ലാബിലിറ്റീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ബാങ്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊളിഞ്ഞു പോകാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഫണ്ട് ഒന്നും പോവാൻ പാടില്ല. ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് സർട്ടൻ പെർസെൻറ്റേജ് ഇത്രയും കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ആയിട്ട് അവിടെ കിടക്കണം. അല്ലാതെ മൊത്തം ഫണ്ട് ലോണായി കൊടുക്കരുത്. ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും മോശം സാഹചര്യം വന്നാൽ. അതുകൊണ്ടാണ് SLR കീപ്പ് ചെയ്യണമെന്ന് നമ്മുടെ റിസർവ് ബാങ്ക് മസ്റ്റ് ആയിട്ടും പറയണത്. അപ്പൊ RBI ഈസ് എംപവേർഡ് ടു ഫിക്സ് ദ SLR. അപ്പൊ ഓർത്ത് വെക്കുക, ഇപ്പോഴത്തെ കറന്റ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 18 ആണ്, 18% ആണ്, അതായത് 18%. അപ്പൊ മൊത്തം ബാങ്കിന്റെ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസിന്റെ 18% എന്ത് ചെയ്യണം, ക്യാഷ്, ഗോൾഡ്, അതുമാതിരി തന്നെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ റിസർവ് ബാങ്കില് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കില്, അങ്ങനെയൊക്കെ മൊത്തത്തില് എന്ത് ചെയ്യണം, 18% സൂക്ഷിക്കണം. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പൊ RBIക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേരിയബിൾ റിസർവ് റേഷ്യോ പോലെ, അതുപോലെ തന്നെ ഇവിടെയും അതിന്റെ മെക്കാനിസം വരുന്നത്. And when the central bank feels that there is excess credit in the country, it will increase the SLR. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ക്രെഡിറ്റ് രാജ്യത്ത് കൂടുതലാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം, കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫണ്ട് കുറയ്ക്കണം. അതിനെന്ത് ചെയ്താൽ മതി, അവരുടെ SLR കൂട്ടിയാൽ അവരെന്ത്, ഇപ്പൊ 18 എന്നുള്ളത് 20 ആക്കി. അപ്പൊ എന്ത് ചെയ്യണം, അത്രയും 2% കൂടുതൽ കമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാറ്റി വെക്കേണ്ടതായിട്ട് വരും, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ലോൺ കൊടുക്കാനുള്ള ഫണ്ട് അത്രയും കുറയും. അതുമാതിരി തന്നെ when SLR is increased, the lending capacity of commercial banks comes down. When SLR is lowered, അതുമാതിരി തന്നെ എന്ത് ചെയ്യണം, ലോവർ ചെയ്താൽ കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ ഫണ്ട് ഉണ്ടാവും, അത് അവർക്ക് കൂടുതൽ ലെൻഡിങ്ങിന് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോമ വേരിയേഷൻസ് നടത്തി
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണത് ക്രെഡിറ്റ് കൺട്രോൾ റിസർവ് ബാങ്കിന് ചെയ്യാൻ പറ്റുമെന്ന് പറയണത്. ഈ 4 ടെക്നിക്സ് ആണ് എന്തെന്ന് പഠിച്ചത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ബാങ്ക് റേറ്റ് പോളിസിയാണ്. ഓർമ്മയുണ്ടോ? എന്തെന്നാണ്? സെൻട്രൽ ബാങ്ക് കമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കണ ലോൺ, അതിന്റെ റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അപ്പൊ അതിന്മേൽ ചേഞ്ചസ് വരുത്തിയിട്ട് കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫണ്ട് അതിന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യാൻ വ്യത്യാസപ്പെടുത്താം. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ നേരിട്ടല്ല എന്ത് ചെയ്യണ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? കമേഴ്സ്യൽ ബാങ്കിന്റെ അടുത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യാതെ സെൻട്രൽ ബാങ്കിന്റെ സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടി ഫണ്ട് ഉപയോഗിക്കും. അപ്പൊ കമേഴ്സ്യൽ ബാങ്കിന് ഫണ്ട് കിട്ടാതെ ആവുമ്പോൾ അവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ കുറയും. പിന്നെ പറഞ്ഞത് വേരിയബിൾ റിസർവ് റേഷ്യോ ആണ്. അതായത് സെൻട്രൽ ബാങ്കില് ഒരു 4% ഇപ്പോഴത്തെ റിസർവ് റേഷ്യോ പറയണത്. അത് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എല്ലാ കമേഴ്സ്യൽ ബാങ്കുകളും. അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ 4% വേരിയബിൾ റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വേരിയേഷൻസ് വരുത്തിയിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? കമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള ഫണ്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതുമാതിരി തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞത്. അതായത് ടൈം ആൻഡ് ഡിമാൻഡ് ലാബിലിറ്റീസ്, അതായത് ലാബിലിറ്റീസിന്റെ ടോട്ടൽ ലാബിലിറ്റീസിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ക്യാഷ് ആയിട്ട്, അതുപോലെ ഗോൾഡ്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ബോൺസ്, അതുമാതിരി തന്നെ എന്താണ് SBIയും അതിന്റെ സബ്സിഡിയറീസ് അവിടെയൊക്കെ എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ആയിട്ട് RBIയിലും ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് ഇതിൽ പറയണത്. അപ്പൊ ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. അതായത് ക്രെഡിറ്റ് കൺട്രോളിലെ ഒന്നാമത്തെ വിഭാഗമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്.